റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടതിന് പിന്നാലെ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. മദ്യപിച്ചെത്തുന്നവരെ ഇനി മുതൽ KSRTC ബസ്സിൽ കയറ്റില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. KSRTC ബസ്സിൽ മദ്യപന്മാരെ ഇനി കയറ്റില്ല. മദ്യപിച്ചെത്തുന്നവരെ ബസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് കണ്ടക്ടർമാർക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. അതെങ്ങനെ തിരിച്ചറിയും? ആഷിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, ഈ മദ്യപിച്ചവരെ എങ്ങനെയാണ് KSRTC ബസ്സിലെ കണ്ടക്ടർ തിരിച്ചറിയാൻ പോകുന്നത്? പോയി ഊതിക്കൂ? എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പറ്റുക? ആഷിൻ ഡിയാഗോ. അരുൺ, വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി തള്ളിയിട്ട പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ പൊതുഗതാഗത സംവിധാനമായ KSRTCയിൽ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഗതാഗത മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ KSRTC ബസ്സിനുള്ളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി നമ്മളത് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് എന്നുള്ളത് കണക്കിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ മദ്യപാനികൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ മുഖേന മറ്റു പാസഞ്ചേഴ്സിന് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി മുതൽ KSRTC ബസ്സിനുള്ളിലേക്ക് മദ്യപന്മാരെ കയറ്റരുത് എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ളത്. കണ്ടക്ടർമാർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ മദ്യപിച്ച് ബസ്സിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന യാത്രക്കാരെ തുടക്കത്തിൽ തന്നെ തടയണം. അവരെ ബസ്സിനുള്ളിലേക്കോ അല്ലെങ്കിൽ സീറ്റിലേക്കോ ഇരിക്കാൻ സമ്മതിക്കരുത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാകണമെന്നില്ല. ഈ പറയുന്നയാൾ അല്ലെങ്കിൽ ഈ യാത്രക്കാരൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കില്ല. പക്ഷേ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ മണമാകാം, അല്ലെങ്കിൽ അവരോടുള്ള മോശം പെരുമാറ്റമാകും, ടച്ചിങ് ആകാം. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടക്ടർമാരോട് ഏതെങ്കിലും ഒരു വനിതാ യാത്രക്കാരി പറയുകയാണെങ്കിൽ ഉടൻ തന്നെ ബസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കി അവിടെ ഈ പ്രശ്നക്കാരനായ ഇയാളെ യാത്രക്കാരനെ ഇറക്കി വിട്ട ശേഷം മാത്രമേ ഈ ട്രിപ്പ് തുടരാവൂ എന്നൊരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പരിഷ്കരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായി തന്നെ ഈ ബസ്സിനുള്ളിലേക്ക് ആര് കയറിയാലും അത് മദ്യപിച്ചിട്ടാണോ അല്ലയോ എന്നുള്ള പരിശോധനകൾ രണ്ടാം ഘട്ടത്തിലായിരിക്കും നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ ബസ്സിനുള്ളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന തരത്തിൽ മദ്യപന്മാർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ കയറ്റരുത്, കൃത്യമായി തന്നെ അവരെ പുറത്തേക്ക് ആക്കണം എന്നുള്ള നിർദ്ദേശമാണ് KSRTC കണ്ടക്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കണ്ടക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഒരു തരത്തിലും ഈ സ്ത്രീ യാത്രക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് മന്ത്രി തന്നെ ഇടയ്ക്കിടയ്ക്ക് KSRTC ബസ്സിൽ കയറി പരിശോധന നടത്തും എന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. ആഷിൻ ഡിയാഗോയാണ്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ സഞ്ചരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നല്ലതാണ്, അത് കണ്ടക്ടർമാർ പാലിക്കുകയും വേണം. പക്ഷേ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ കണ്ടക്ടർമാർ എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ അധികം കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കാതെ ബിവറേജിൽ നിന്ന് വാങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ബാറിലൊക്കെ പോയിരുന്ന് മദ്യപിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ മദ്യപിച്ചിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനോ ആക്രമിക്കാനോ ഒന്നും പോകുന്നവരല്ല. ഇത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണല്ലോ കൂടുതലും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പോകുന്നത്? ഇനി ഇവരുടെ കയ്യിലൊക്കെ ബ്രത്തലൈസർ കൊടുക്കുമോ? അതൊക്കെ വാങ്ങാനുള്ള പൈസ KSRTC കൊണ്ട്. ടിക്കറ്റ് ട്രാക്ക് മെഷീൻ പോലും പണ്ട് കാലത്ത് വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ശമ്പളമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മന്ത്രിയുടെ നീക്കം നല്ലതാണ്, പക്ഷേ അത് സാങ്കേതികമായി എങ്ങനെയാണ് നടപ്പിൽ വരുത്തുക എന്നുള്ളതിലാണ് ഒരു സംശയമുള്ളത്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ മദ്യപന്മാരെ മാത്രമല്ലല്ലോ, മദ്യപകളെയും അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഇറക്കി വിടേണ്ടി വരും. നിയമം വരുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മദ്യപിച്ചിട്ട് വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നൊരു നിയമമായിട്ട് അത് ഇറങ്ങുകയാണെങ്കിൽ, അങ്ങനെ ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ചട്ടപ്രകാരം നിങ്ങൾക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് പല സംസ്ഥാനങ്ങളിലും പല നിയമങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കത് കൊണ്ടുപോകാനേ കഴിയില്ല. അത് റെയിൽവേയിൽ നിങ്ങൾ കൊണ്ടുപോയാലും അവിടെ വെച്ച് പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാം. അതാണ് അവസ്ഥ, പ്രത്യേകിച്ച് ഗുജറാത്തിലേക്ക്.